തുടക്കത്തിൽ കാണിക്കുന്നത് ബീനിൻ്റെ കുടുംബമാണ്. വേറൊന്നുമല്ല, ബീനിൻ്റെ കുഞ്ഞായ മേൻറ്റേനെ എടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ജീസിനെ വിളിച്ച് പറയാണ്, ജീസ് ഞങ്ങൾ നക്ഷത്രം വയ്ക്കാൻ പോവാന്ന് പറയാണ്. അപ്പോൾ ജീസ് വിളിച്ച് പറയാണ്, നിങ്ങൾ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന കോമാളി വസ്ത്രം ഒന്ന് കിടാവിന് ഇടിപ്പിക്കില്ലേ എന്ന് പറയാണ്. നമ്മുടെ ബീനാണെങ്കിൽ ആ വസ്ത്രം ഇടിപ്പിച്ചിട്ടാണ് കിടാവിന് നിർത്തിയിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അടുത്ത ക്രിസ്മസ് ആണ്. അടുത്ത ക്രിസ്മസിനും നമ്മുടെ ബീൻ മെൻറ്റയെ എടുത്തു പൊക്കി നക്ഷത്രം വെച്ച് കൊടുക്കുകയാണ്. മെൻറ്റ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. അടുത്ത ക്രിസ്മസിനും മെൻറ്റ കുറച്ചുകൂടി വലുതായി. നമ്മുടെ ബീന് എടുത്തു പൊക്കാനായിട്ട് സാധിക്കണില്ല. നമ്മുടെ ബീൻ തന്നെ ഒരു ഏണിയെല്ലാം വെച്ച് ആ ട്രീയുടെ മേലെ കയറി വയ്ക്കുമ്പോഴാണെങ്കിൽ ട്രീയോട് കൂടി നമ്മുടെ ബീനാണെങ്കിൽ താഴോട്ട് വീഴാണ്. അതോട് തണ്ടലൊടിയും. പിന്നത്തെ ക്രിസ്മസിന് നമ്മുടെ മെൻറ്റ വലിയ പെൺകുട്ടിയായി. അപ്പോൾ അവൾക്ക് പണ്ടത്തെ പോലെ സ്റ്റാർ വയ്ക്കാനൊന്നും താല്പര്യമില്ല. ഇത് കണ്ട് ജീസ് വിളിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അത് കാണിച്ചാണ് ആ വീഡിയോ കട്ടാവണത്. പിന്നെ കാണിക്കുന്ന വീഡിയോയിലാണെങ്കിൽ നമ്മുടെ ജീസും അതുപോലെ മെൻറ്റയും കൂടിയിട്ട് നമ്മുടെ ബീനിന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞൊരു വീഡിയോ എടുക്കുകയാണ്. അത് കാട്ടിയാണ് നമ്മുടെ മാൻ വേഴ്സസ് ബേബി എന്ന ഈ ഡ്രാമ അവിടെ ആരംഭിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ നമ്മുടെ ബീൻ താമസിക്കുകയാണ്. അവൻ രാവിലെ അലാറം കേട്ട് എണീക്കുകയാണ്. അവൻ്റെ മേശയിൽ തന്നെ അവൻ്റെ മോളുടെ പടമാണ്. അവൻ അത്ര ഇഷ്ടമാണ് തൻ്റെ മോളെ. അവൻ അലാറമൊക്കെ കേട്ട് എണീക്കുകയാണ്. നോക്കുമ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലൗസ്, നമ്മുടെ ഈ ഓവനിൽ നിന്ന് ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഇല്ലേ, അതിട്ടിട്ടാണ് തണുപ്പിനെ അതിജീവിക്കാനായിട്ട് ആൾ ഉറങ്ങണത്. ആ തണുപ്പും കൊണ്ടാണ് ആൾ നേരെ കിച്ചണിലേക്ക് ഓടി വരുന്നത്. കെറ്റിലിൽ ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരു തുള്ളി കരണ്ടില്ല എന്ന് മനസ്സിലാക്കാണ്. ആള് നേരെ പോയി ഒരു ചില്ലറയിട്ട് കരണ്ട് വീണ്ടും വരുത്താണ്. ഈ ടെക്നോളജി എനിക്ക് മനസ്സിലായില്ല. ഇത് ചിലപ്പോൾ അമേരിക്കയിലുള്ളതാവാം, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഓണാക്കിയതിന് ശേഷം നമ്മുടെ ആൾ വന്ന് കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുകയാണ്. എന്നിട്ട് ഹോളിൽ പോയിട്ട് ഒരു മിഠായിയുടെ പെട്ടിയെടുത്ത് എന്നിട്ട് ഡേറ്റ് ആലോചിച്ചിട്ട് അത് പൊട്ടിച്ച് അവിടെ നിന്നുള്ള മിഠായി തിന്നാണ്. എന്നിട്ട് ആ മിഠായിയുടെ കവറ് ആ ക്രിസ്മസ് ട്രീയിൽ അലങ്കാരമായിട്ട് തൂക്കിയിടും. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ക്രിസ്മസ് ട്രീയുടെ തൊട്ടടുത്തായിട്ട് 2 പെട്ടികൾ, ഒന്ന് മെയിൻറ്റിക്കും 2 ജാസിനും. ഇത് നോക്കി അദ്ദേഹം അങ്ങോട്ട് കിച്ചണിലേക്ക് പോവാണ്. കുറച്ച് ചൂട് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ കെറ്റിലിൽ നിന്നുള്ള ചൂട് കിട്ടാനായിട്ട് ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കെറ്റിൽ വെക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൊബൈലിൽ കോൾ വരാണ് ജീസിൻ്റെ. അവനെ അതെല്ലാം എടുത്ത് നേരെ പുറത്തേക്ക് ഓടാണ്. എന്നിട്ട് മൊബൈലിൽ കോൾ വിളിക്കും. അപ്പോൾ ജീസ് ചോദിക്കും, നിങ്ങൾ എവിടെയാന്ന്? അപ്പോൾ അവൻ പറയും, ഞാൻ പുറത്താന്ന് പറയും. നിങ്ങളെന്താ പുറത്ത് വന്ന് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഉള്ളിലാണെങ്കിൽ റേഞ്ച് കുറവാണ്, എവിടെയാണെങ്കിൽ നല്ല റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ബീൻ. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ബീൻ ചോദിക്കും, നിങ്ങളെപ്പോഴാണ് ഇങ്ങോട്ട് വരണത്? ഞാൻ നിങ്ങൾക്കായിട്ട് കുറേ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജീസ് പറയും, ഞങ്ങൾ അങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം എൻ്റെ പുതിയ കാമുകനെ നിനക്കറിയില്ലേ, അവന് പാരീസിലാണ് ജോലി. അവന് നമ്മുടെ മിൻറ്റയ്ക്ക് ഒരു നല്ല ജോബ് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ അവൻ്റെ പഠനത്തിന് സഹായിക്കാനും അവന് പറ്റുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അവളെ പുറത്ത് വിട്ട് പഠിപ്പിക്കാനും നമുക്ക് പറ്റും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബിന്നിന് പറയും, അതൊന്നും വേണ്ട, അത് എൻ്റെ കയ്യിലുണ്ട് കാശ്, ഞാൻ അവളെ പുറത്ത് വിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറയും. പക്ഷേ ജീസ് പറയും, നിങ്ങളുടെ കയ്യിൽ ഒരു തുള്ളി കാശുണ്ടാവില്ല എന്ന് പറയും. ഈ സമയത്ത് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വന്ന് കുറേ ബില്ല് കൊടുക്കുന്നുണ്ട്, കരണ്ട് ബില്ല്, അങ്ങനെ എല്ലാം ബില്ലും. അത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീസ് പറയും, എന്തായാലും ഈ കൊല്ലം ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് മൊബൈൽ കട്ടാക്കാണ്. അപ്പോൾ മെൻറ്റിയോട് എൻ്റെ ക്രിസ്മസ് പറയണമെന്ന് പറയുമ്പോഴേക്കും ആ മൊബൈൽ കട്ടായി പോയി. നമ്മുടെ ആളാണെങ്കിൽ വിഷമിച്ച് ഉള്ളിലേക്ക് വന്ന് ആൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഓഫാക്കിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. പിന്നെ ആളുടെ ജോലിക്കായിട്ട് ആൾ പുറപ്പെട്ട് പോകുമ്പോൾ തൻ്റെ മോൾക്കായിട്ട് വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, ക്രിസ്മസ് ആശംസകൾ പറഞ്ഞ്. അങ്ങനെ നഗരത്തിൽ കൂടെ നടന്ന് ആളൊരു കുട്ടികളുടെ സ്കൂളിലെത്താണ്. അവിടെയാണ് നമ്മുടെ ബീൻ ജോലി ചെയ്യുന്നത്, അവിടുത്തെ പ്യൂണായിട്ട്. അവിടെയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷമാണ്, സ്കൂൾ അടിക്കാൻ പോവാണല്ലോ, അതിൻ്റെ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരുക്കങ്ങളാണ്. ഈ സമയത്ത് അവിടുത്തെ ആദ്യത്തെ ടീച്ചറായ ഡയാന അങ്ങോട്ട് വരാണ്. എന്നിട്ട് ചെയറൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയാണ് നമ്മുടെ ബീനിനോട്. ബീൻ പോയി ചെയറൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ എവിടെയല്ല ബാക്കിലിടാനൊക്കെ പറഞ്ഞ് ചെയർ എടുപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, നമ്മുടെ ക്രിസ്മസ് സ്കൂളിൻ്റെ തൊട്ടിലൊന്ന് റെഡിയാക്കണം, അതുപോലെ വൈക്കോലൊന്ന് വേണം, അതുപോലെ ബാക്കിലെ ബൾബില്ലേ അതൊന്ന് റെഡിയാക്കണം എന്നൊക്കെ നമ്മുടെ ബീനിനോട് പറയാണ്. ബീൻ അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഡയാന ടീച്ചറാണെങ്കിൽ അവിടെ പോയിട്ട് കോഫി വേണം, ചായ വേണം എന്ന് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബീൻ ചായയും കോഫിയായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ അങ്ങോട്ട് വന്നിട്ട് ബീനിനെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്.
ഈ സമയത്ത് ഡയാന ടീച്ചർ അങ്ങോട്ട് വരാണ്. അപ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, എന്തായി ക്രിസ്മസിൽ ഉണ്ണീഷയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡയാന ടീച്ചർ പറയും, നമ്മുടെ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയുടെ മോൻ, അതായത് ജൂൺ എന്ന സ്ത്രീയെ നിങ്ങൾക്കറിയില്ലേ, അവൻ്റെ 8 മാസമുള്ള കുട്ടിയെ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ജീവനുള്ള കുഞ്ഞിനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബീനിൻ്റെ കയ്യിൽ നിന്ന് ഡയാന ടീച്ചറെ പാത്രം അങ്ങ് വാങ്ങിയിട്ട് പോവും. ഈ സമയത്ത് നമ്മുടെ ബീനിനും കൂട്ടി ആ പ്രിൻസിപ്പൾ റൂമിലേക്ക് കയറാണ്. എന്നിട്ട് ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ച് വൈൻ ഒഴിച്ച് കൊടുക്കുകയാണ് അവൻ ആദ്യം വൈന് കുടിക്കുമ്പോൾ തന്നെ അവന് മതിയാവും, അത്ര ചവർപ്പുണ്ട് അതിന്. അവനവിടെ വെച്ച് ഇവർ സംസാരിക്കുകയാണ്. മറ്റൊന്നല്ല, താങ്കൾ ഇവിടെ എത്ര കൊല്ലമായി വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ബീൻ പറയും, വെറും 7 മാസം എന്ന് പറയും. ഓ, കണ്ടാ പറയില്ല, കണ്ട ഒരു 6-7 കൊല്ലം എന്ന് പറയുള്ളൂ എന്ന് പറയാണ് ആ പ്രിൻസിപ്പള്. എന്നിട്ട് പറയാണ്, എന്തായാലും ഈ വെക്കേഷൻ തുടങ്ങാൻ പോവാണല്ലോ, നീ അടുത്ത വെക്കേഷന് കാണാം, അതുവരെ താങ്കൾ എന്ത് പണിക്കാണ് പോകാൻ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ആൾ പറയും, അതൊന്നുമില്ല, ഞാൻ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മുടെ ബീൻ ആ ബൾബ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡയാന ടീച്ചർ പറഞ്ഞില്ലേ ആ ബൾബ്, ആ സമയത്ത് പുറത്തൊരു കോണിമ്പല് കേൾക്കാണ്. അപ്പോൾ നമ്മുടെ ഡയാന ടീച്ചർ നമ്മുടെ ബീനിനോട് പോയി നോക്കാൻ പറയും. ബീനാണെങ്കിൽ ഇറങ്ങിപ്പോയി വാല് തുറന്ന് നോക്കുമ്പോൾ ഒരു കൊട്ടയിലൊരു കുഞ്ഞിനൊക്കെ വെച്ചിക്കണ്. നമ്മുടെ ബീൻ വിചാരിക്കും, ഓ, ഇത് നമ്മുടെ ജെനിയുടെ കുഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച് ജെനി എവിടെയെന്ന് നോക്കി നടക്കും. പക്ഷെ ജെനിയെ കാണാത്തത് കൊണ്ട് കുഞ്ഞിനായിട്ട് ഉള്ളിൽ വരും. എന്നിട്ട് ഡയാന ടീച്ചറോട് ഈ കാര്യം പറയും. ഡയാന ടീച്ചർ കുട്ടിയെ നോക്കിയിട്ട് ആ കൊട്ടയെ കൊണ്ട് കിടത്താൻ പറയും. അതുപോലെ നമ്മളെ ബീൻ ചെയ്യും. എന്നിട്ട് കുട്ടിയെ കളിപ്പിച്ച് അവൻ നേരെ നീങ്ങി നിൽക്കും. പിന്നെ നാടകം തുടങ്ങാണ്. നാടകം തുടങ്ങുമ്പോൾ നമ്മുടെ ബീനാണെങ്കിൽ മൊബൈലിൽ നോക്കി നിൽക്കുകയാണ്. തൻ്റെ മോളെ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ എത്ര വരുമെന്ന് നോക്കാണ് ടോട്ടൽ എമൗണ്ട്. നോക്കിയാളുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട്. കാരണം 9,000 യൂറോ എന്ന് കേട്ട് ആളുടെ ബാങ്കിലാണെങ്കിൽ വെറും 7,000 യൂറോയേ ഉള്ളൂ. ഇത് കണ്ട് ബീൻ ഇനിയും കാശ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഡയാന ടീച്ചർ വന്ന് പറയാണ്, ദേ കഴുത നടന്നു വരുന്നു, ശബ്ദം ഉണ്ടാക്കുമെന്ന് പറയാണ് കാലടിയുടെ. അപ്പോൾ ആൾ ചിരട്ടയൊക്കെ വെച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ്. അതുപോലെ നല്ല കാറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ മിമിക്രി ചെയ്ത് ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മുടെ ബീനാണ്. അങ്ങനെ ബീൻ ശബ്ദം കൊണ്ട് ഉണ്ടാക്കിയും അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മൊബൈലിൽ ഒരു കോള് വരാണ്. അത് സ്പെയിനിൽ നിന്ന്. ആളെടുത്ത് നോക്കുമ്പോൾ ആൾ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു ഏജൻസിയാണ്, ഈ വീഡിയോകളൊക്കെ കീപ്പ് ചെയ്യണ ഏജൻസി. അവിടെ നമ്മുടെ ബീനിനൊരു ജോലി ഉണ്ടെന്ന് പറയാണ് അവർ. പക്ഷേ ബീനാണെങ്കിൽ അതിന് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആട്ടിൻകുട്ടികളുടെ റോൾ ഇട്ട ക്ടാങ്ങൾ കയറിപ്പോവാണ്. ടീച്ചർ അപ്പം തന്നെ അവിടെ നിന്ന് ആംഗ്യം കാട്ടും. അപ്പം തന്നെ നമ്മുടെ ബീനാണെങ്കിൽ ആളുകളുടെ ശബ്ദം ഉണ്ടാക്കും. മറ്റേയാളോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അയാളാണെങ്കിൽ ഈ ശബ്ദമൊക്കെ കേൾക്കുകയും ചെയ്യും. അതിനുശേഷം അവർ സംസാരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ബാർസലോണയിലാണ് ജോലി, താങ്കൾ അവിടുത്തെ ഒരു ലണ്ടനിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു മാനദണ്ഡമൊക്കെ തീർത്തതിന് ശേഷം നമുക്ക് ബാർസലോണയ്ക്ക് വരാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറയാണ്. പക്ഷേ ഞാൻ ഉണ്ടാവില്ല എന്ന് നമ്മുടെ ബീം പറയാണ്. ഈ സമയത്ത് നാടകത്തിലാണ് കിഴക്ക് നിന്നൊരു നക്ഷത്രം നോക്കിയാണ് ഞങ്ങൾ വന്നത് എന്ന് രാജാക്കന്മാർ പറയണ സീനാണ്. ആ നക്ഷത്രം ഉയർത്താനായിട്ട് നമ്മുടെ ബീനാണ് കയറൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഉയർത്തി ആ നക്ഷത്രം ഉയരങ്ങളിലെത്തുമ്പോൾ നമ്മുടെ ടീച്ചറൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ബീനിനോട് ആ സ്പെയിനിലെ ഏജൻസിയുടെ ആൾ പറയാണ്, അതെ, നിങ്ങൾക്ക് അവർ തന്ന യൂറോ എത്രയാണെന്നറിയോ? 10,000 യൂറോ. ഇത് കേട്ടതും നമ്മുടെ ബീനിൻ്റെ കയ്യിൽ നിന്ന് കയറങ്ങ് പോവാണ്. നക്ഷത്രം നേരെ ഇടിച്ച് ആ പ്രോഗ്രാം അങ്ങ് കൊളാവാണ്. ബീൻ പറയും, എപ്പോഴാണ് ഞാൻ വരണ്ടേ? ലണ്ടനിൽ ഇന്ന് വൈകിട്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഇന്ന് തന്നെ എത്തണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ കടമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞവർ കട്ടാക്കാണ്. പിന്നെ കാണിക്കുന്നത് ആ പരിപാടിക്കൊക്കെ ശേഷം ബീൻ എല്ലാവരും പുറത്താക്കി വാതിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് അവസാന വാതിലടിച്ച് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞ് കരയണ ശബ്ദം. ആള് ഉള്ളി വന്ന് നോക്കുമ്പോൾ അവൻ കൊണ്ട് കിടത്തിയ ആ ക്ടാവിരുന്ന കരയാണ്. അതിൻ്റെ അമ്മ അതിൻ്റെ അടുത്തുകൊണ്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഓഫീസിൽ വന്ന് ജെനിയുടെ നമ്പർ തപ്പി അതിലേക്ക് വിളിക്കുകയാണ്. ഈ സമയത്ത് ജെനി ആണെങ്കിൽ പറയും, ഞാനിപ്പോൾ വലിയ തിരക്കിലാണ്, എന്നെ ഇപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞ് കോള് കട്ടാക്കും. ഇവൻ്റെ ഒരു വാക്ക് പോലും ആ സ്ത്രീ കേൾക്കില്ല. അപ്പോൾ നമ്മുടെ ബീനാണെങ്കിൽ ക്ടാവിന് വിഷമാവണ്ട എന്ന രീതിയിൽ ഞാൻ ക്ടാവിനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ക്ടാവിനെ സമാധാനപ്പെടുത്തുന്ന പോലെ ചെയ്യും. എന്നിട്ട് ക്ടാവിനെയും കൂട്ടി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ജെനിയോട് ആൾ വാട്സപ്പിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കുട്ടിയായിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വീട്ടിലെത്തി കോണിമ്പല്ലടിച്ച് നോക്കുമ്പോൾ ബീനങ്ങ് സ്റ്റക്കായി പോവാണ്. വേറൊന്നുമല്ല, അത് ജെനിയുടെ കയ്യിലാണെങ്കിൽ മറ്റൊരു കൊച്ച്. അപ്പോൾ പറയാണ്, ഓ സോറി, ഞാനാണെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് ക്ടാങ്ങനെ വിടേണ്ടതായിരുന്നു, പക്ഷേ ഇവൾക്ക് കാലത്ത് ഏറ്റപ്പോൾ ഒരു മൂക്കിന് ഒരടുപ്പ്,
അതുകൊണ്ട് പിന്നെ വിടാൻ നിന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ബീൻ ആകെ ഞെട്ടിപ്പോവും. അപ്പോൾ ഈ കൊച്ച ആൻറ്റിയാണെന്നാണ് ബീൻ ആലോചിക്കുക. എന്നിട്ട് ആ സ്ത്രീ പറയും, ഓ ഈ കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാമെന്ന് പറയും. ബീനും ആ മുഖത്ത് നോക്കുമ്പോൾ നിഷ്കളങ്കമായ ചിരി കാണാണ്. അതിനുശേഷം അവരോട് ബായെല്ലാം പറഞ്ഞ് ബീനാണെങ്കിൽ നേരെ പുറത്തിറങ്ങിയിട്ട് പ്രിൻസിപ്പളിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിനോട് പറയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയും, അതെ നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കെന്തായാലും തിരിച്ചു വരാൻ പറ്റില്ല, ഞാൻ ലണ്ടനിലേക്ക് പോവാണ്, അതുപോലെ ഞാൻ വലിയ ബ്ലോക്കിലാണ് പറയാണ്. അതെ ഭയങ്കര ബ്ലോക്കിലാണ് ടീച്ചർ പെട്ട് കിടക്കുന്നത്, നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പോൾ താങ്കൾ എന്തായാലും ഇപ്പോൾ പോലീസുകാരെ അറിയിക്കാൻ നോക്ക്, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ഇടാമെന്ന് പറഞ്ഞിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്യും. നമ്മുടെ ആൾക്ക് വീണ്ടും തലവേദനയായി. ആൾക്കാണെങ്കിൽ ലണ്ടനിൽ പോകണം. ആൾ ഉടനെ തന്നെ പോലീസിലേക്ക് വിളിക്കും. എന്നിട്ട് പേരും സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ അവിടുത്തെ പ്യൂണാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി പറഞ്ഞ് ഞാനിപ്പോൾ അവിടുത്തെ പ്യൂണായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബീൻ ഈ കാര്യം ആ പോലീസ് ഓഫീസറിനോട് പറയാണ്. അപ്പോൾ ആ സ്ത്രീ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ലണ്ടനിൽ പോകണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ സർവീസിൻ്റെ ആൾക്കാരോട് പറ, അതിൻ്റെ കൂടുതൽ അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് വന്ന് കിടാങ്ങൾ എടുത്തോളാം എന്ന് പറയാണ്. ഇത് കേട്ടതും ബീൻ ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് തിരിച്ചാളുടെ വീട്ടിലേക്ക് വരാണ്. എന്നിട്ട് നേരെ സോഷ്യൽ സർവീസുകാരെ വിളിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഓഫീസിലെ ഒരാൾ എടുക്കുകയാണ് കോള്. എന്നിട്ട് നമ്മുടെ ബീം പറയും, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കിടാവുണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോകണമെന്ന് പറയാണ്. അത് എടുത്ത് അവർ പറയും, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം, വീടിൻ്റെ അഡ്രസ്സും ഒക്കെ പറയാൻ പറയും. പിന്നെ കാണിക്കുന്നത് ബീനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുകയാണ് ലണ്ടനിൽ പോകാനായിട്ട്. അങ്ങനെ കിടാവിനൊരു കൊട്ടയൊക്കെ എടുത്തി കിടാവിനെ ഡാൻസൊക്കെ കാണിച്ച് കിടാവിനെ ചിരിപ്പിച്ച് ആൾ ഡ്രസ്സൊക്കെ ഒതുക്കി തിരിഞ്ഞു നോക്കുമ്പോൾ കിടാവിനെ കാണാനില്ല. ആൾ പേടിച്ച് നോക്കുമ്പോഴാണെങ്കിൽ കിടാവ് ഫസ്റ്റ് ഫ്ലോറിക്കാണെങ്കിൽ ഇറങ്ങാൻ നോക്കുകയാണ് പടിയിൽ നിന്ന്. പെട്ടെന്ന് ആൾ പോയി പിടിക്കുന്ന കാരണം കിടാവ് രക്ഷപ്പെടും. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും വണ്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് വീടിൻ്റെ പുറത്ത് നിന്ന്. അപ്പോൾ ആ കിടാവിനെയും അതുപോലെ ആളുടെ ബാഗ് കൊടുത്ത് ആൾ താഴോട്ട് ഇറങ്ങാണ്. അങ്ങോട്ട് സോഷ്യൽ സർവീസിൻ്റെ ആൾക്കാർ വന്നിരിക്കുകയാണ്. അവരുള്ളിൽ കയറ്റി നമ്മുടെ ആൾ സംസാരിച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കിടാവ് എവിടെയുണ്ടെന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവിടെയാണെങ്കിൽ നമ്മുടെ കിടാവിനെ കാണില്ല. അപ്പോൾ ആൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ കിടാവിൻ്റെ ബേബി ബേബി എന്ന് വിളിച്ച് തപ്പി നടക്കാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് തനിക്ക് ഈ കിടാവിനെ കിട്ടിയെന്ന് ഇയാൾ ചോദിക്കും. അപ്പോൾ ആൾ പറയും, അത് ഇന്ന് ഒരു ബാസ്ക്കറ്റിനുള്ളിൽ കിട്ടിയേ, ഞാൻ അതുകൊണ്ട് ഇനി ഈശോ ഈശോ എന്ന് വിളിക്കാറെന്ന് പറഞ്ഞ് ജീസസ് ജീസസ് എന്ന് വിളിച്ച് അവിടെ തപ്പാണ് ഇതിനെ. അങ്ങനെ ആൾ തപ്പി തപ്പി ചിമ്മിനി കുയിലിൻ്റെ ഉള്ളിൽ വരെ കയറി തപ്പും. എന്നിട്ടും കിടാവിനെ കാണില്ല. കൽക്കരി പെട്ടിയുടെ ഉള്ളിൽ വരെ കയറി തപ്പിയിട്ടും കിടാവിനെ കാണാതിക്കാണ്. ഈ സമയത്താണെങ്കിൽ ഓഫീസർ പറയും, ഞാൻ അവിടെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, കിടാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കിടാവിനെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സമയമാണെങ്കിൽ കിടാവിൻ്റെ ഒരു കരച്ചിൽ കേൾക്കാണ്. ഇതുവരെ കിടാവ് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ഈ സമയമായപ്പോൾ മിണ്ടാണ്. അപ്പോൾ ആൾ നോക്കുമ്പോഴാണെങ്കിൽ ആ മേശയുടെ അടിയിലിരിക്കുകയാണ് കുട്ടി. അപ്പോൾ കുട്ടിയെ എടുത്തിട്ട് ആൾ നേരെ അയാളുടെ പിന്നാലെ നോക്കുമ്പോൾ അയാളാണെങ്കിൽ കാർ എടുത്ത് നേരെ പോയി. അപ്പോൾ നമ്പറെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച ആൾ ഉള്ളിലേക്ക് വന്ന് നമ്പർ എടുത്ത് വിളിച്ച് നോക്കുമ്പോഴോ ജനുവരി 7 ആവാതെ ഞാനിനി ജോലിക്കില്ല എന്ന് പറഞ്ഞ് ആൾ കോള് കട്ടാക്കും. അതോടുകൂടി നമ്മുടെ ബീൻ പ്ലാൻ അങ്ങ് മാറ്റി പിടിക്കുകയാണ്. ലണ്ടനിലേക്ക് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താക്കാമെന്ന് പറഞ്ഞ് ആ കമ്പനിയിലാക്കാമെന്ന് പറഞ്ഞ ആൾ ലണ്ടനിലേക്ക് പോകാനുള്ള ജാക്കറ്റൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് നേരെ വണ്ടി കയറി വണ്ടി എടുത്ത് നേരെ പോവാണ്. പോണ വഴിക്ക് സോഷ്യൽ സർവീസ് നടത്തുന്ന ആ കമ്പനിയിലെത്തി നോക്കുമ്പോഴോ അത് പൂട്ടി കിടക്കണു. ആൾ നിരാശയോടെ വീണ്ടും വണ്ടി വന്ന് കയറി വണ്ടി എടുത്ത് നേരെ പോവാണ്. ഈ സമയത്ത് കുഞ്ഞിനെ ആൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കണ്ടാൽ ചിരി വരും. വേറൊന്നുമില്ല, ആ കൽക്കരി പെട്ടിയുടെ ഉള്ളിലാണ് കിടാവിനെ വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആൾ പോലീസിനെ വിളിക്കുകയാണ് വീണ്ടും. എന്നിട്ട് ആൾ സംസാരിക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ റേഞ്ച് ഇല്ലാത്ത കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ റേഞ്ച് കിട്ടി വരുമ്പോഴേക്കും നമ്മുടെ ബീനിൻ്റെ കയ്യിലത്തെ മൊബൈൽ അങ്ങ് ഓഫായി പോവാണ്. പിന്നെ ബീനിൻ്റെ ഗതികേട് കൊണ്ട് കിടാവിനെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലെത്താണ്. നമ്മുടെ ജോലി കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബീൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്താണ്. എന്നിട്ട് കാറെല്ലാം പാർക്ക് ചെയ്ത് കുഞ്ഞിനും പിടിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് പറയാണ് 2 പേർക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞ് ആ കിടാവിനും കൂട്ടി അവൻ ലണ്ടനിലെത്താണ്. ലണ്ടനിലെത്തി ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് തപ്പി ആളങ്ങ് നടക്കാണ്. അങ്ങനെ അവസാനം ആ സ്ഥലം കണ്ടുപിടിക്കും. അങ്ങനെ ആ സ്ഥലത്തേക്ക് നടന്ന് കയറുന്നത് കാട്ടിയാണ് ഫസ്റ്റത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. ആകെ ഈ ഡ്രാമയ്ക്ക് 4 എപ്പിസോഡുള്ളൂ. ഇനി ആകെ 3 എണ്ണം.
തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലുള്ള ചാനലിൽ കയറുക, ഡ്രാമ ഫ്രെയിം. അതിൽ ഇനിയുള്ള ഡ്രാമകളും അതുപോലെ ഈ ഡ്രാമയുടെ ബാക്കിയുള്ളതും നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.